രാവിലെ എനിക്ക് ഒരു കോള് വന്നു. ഇവനും ഇവന്റെ അമ്മയും കൂടെ ഗ്രൂപ്പ് കോളാ ചെയ്ത്. ആൻഡ് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു ഞാൻ എന്റെ പാരന്റ്സിനെ കൂടെ ഈ കോളിൽ ആഡ് ചെയ്തു. നിങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാല് പിന്നെ ആ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് അഭിമാനമുള്ളവർ എത്തി നോക്കടാ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോക്കിങ്ങിന് ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണാനിടയായി. ഈ സ്റ്റോക്കിംഗ് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഒരാളുടെ അനുവാദമില്ലാതെ അയാളെ നിരന്തരമായി പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുക, അതുപോലെ കണ്ടിന്യൂസ്ലി മെസ്സേജുകൾ അയക്കുക, അതുകൂടാതെ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു കയറുക. ഇതിനൊക്കെയാണ് സ്റ്റോക്കിംഗ് എന്ന് വിളിക്കുന്നത്. എന്റെ വീഡിയോ കാണുന്നവരിൽ ചെറിയ രീതിയിലെങ്കിലും സ്റ്റോക്കിങ്ങിന് ഇരയാക്കപ്പെട്ടവരുണ്ടാകും. വല്ലാത്തൊരു സാധനം തന്നെയാണത് കേട്ടോ. നമ്മളൊരാൾ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അയക്കും തോറും മുറുകുന്ന ഒരു കയറാണ് ഈ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു വ്യക്തി നിങ്ങളെ സ്റ്റോക്കിംഗ് ചെയ്യുന്നത് നിർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറും തോറും നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും ഇതുപോലെ 12 വർഷമായി സ്റ്റോക്കിങ്ങിന് ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നത് വേറെ എവിടെയും നടന്ന കാര്യമല്ല, നമ്മുടെ കൊച്ചി കേരളത്തിൽ തന്നെ നടന്ന കാര്യമാണ്. ഈ സിനിമകളിലൊക്കെ ഇതുപോലുള്ളവരുടെ സൈക്കോ വേർഷൻസ് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ റിയൽ ലൈഫിലും നമ്മുടെ കൺമുന്നിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. സാന്ദ്ര സന്തോഷ് എന്ന പേരുള്ള ഒരു പെൺകുട്ടി, അവൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദർശ് എന്ന് പറയുന്ന ചെക്കൻ അവളെ നിരന്തരമായി സ്റ്റോക്കിംഗ് ചെയ്യാൻ തുടങ്ങുന്നത്. അവൾ അവനോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞെങ്കിലും അവളുടെ നോക്ക് അവന് പുല്ലുവിലയായിരുന്നു. ഇവന് തോന്നുമ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കുക, നിർത്താൻ പറഞ്ഞാൽ നിർത്തില്ല. ബ്ലോക്ക് ചെയ്താണെങ്കിൽ വേറെ ഇമെയിൽ ഐ ഡി വെച്ചോ അല്ലെങ്കിൽ വേറെ അക്കൗണ്ടിൽ നിന്നോ പിന്നെയും മെസ്സേജുകൾ വരും. അങ്ങനെ പതിയെ അവൾ ഒന്നിനും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. എന്തിനു പറയണം, ഇവളുടെ മാതാപിതാക്കളെ വരെ ഇവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളുടെ മാതാപിതാക്കളെ വിളിച്ച് മകൾ വേശ്യയാണെന്ന് വരെ ആദർശ് പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ആദർശിന്റെ സൈക്കോത്തരം. സാന്ദ്ര തന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോ. അവൻ അവൾക്ക് അയച്ച മെസ്സേജ് അടക്കം അവൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണ് കേട്ടോ സാന്ദ്ര സംസാരിക്കുന്നത്. കുഴപ്പമില്ല, വീഡിയോ കണ്ടതിന് ശേഷം ഞാനൊന്ന് തർജ്ജമ ചെയ്തുതരാം. I didn't really want to do this in my creative space, but I think everyone should hear what others has to say and also see who he is. So he's a man who has been stalking me for the past 12 years, and that's since my school days. So it's been 12 years and he still continues to cross every possible boundary. So he repeatedly tests me whenever he wants, whatever he wants, threatens me and refuses to accept the word no. So today he called my parents to tell him that I'm a prostitute simply because I never agreed to date him or even entertain his obsession. He also surrendered my family and said that he would kill them. So for years he has threatened me with acid attacks, guns and violences. So he says his sister would never face something like this because she has character. And apparently according to him, my character is questionable because I rejected him and also because I had past relationships, not because of his behavior. So a woman saying no becomes a problem. A man stalking, threatening, harassing and terrorizing someone for 12 years somehow still walks around comfortably. So I have tried handling this privately. I have tried ignoring it. I have tried functioning like a normal human being and living my life while constantly being pushed to my emotional limits by someone who refuses to leave me alone. About the legal side, I currently live in Netherlands and have already filed a case here to ensure my safety. Filing a case in FIR or filing an FIR in Kerala is while I'm abroad is a difficult process. And honestly, my faith in the system has been shaken after years of trying to seek help. Apparently 12 years of online harassments, threats and intimidating and psychological torture is not serious enough to take a strong action. So I'm done staying silent here. So if anything happens to me or my family, this man is directly responsible. He's someone's son, someone's good brother, some people describe him as nice, but this is who has been for me over a decade. I really hope it goes to him and is going to help me some way or the other. I really don't know how. ഫുൾ ഇംഗ്ലീഷിലാണല്ലേ സംസാരിക്കുന്നത്. പുള്ളിക്കാരി ഇപ്പൊ നെതർലാൻഡിലാണുള്ളത്. മേ ബി ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ വേണ്ടി ആകണം പുള്ളിക്കാരി ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചത്. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞത് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാന്ദ്രയുടെ സ്കൂൾ കാലഘട്ടത്തിലാണ് അവൻ സ്റ്റോക്കിംഗ് ആരംഭിച്ചത്. അങ്ങനെ സാന്ദ്ര വീഡിയോയിൽ കാണിച്ചതുപോലെയുള്ള പല വൾഗർ മെസ്സേജുകളും അവൻ അവൾക്ക് അയക്കാൻ തുടങ്ങി. പോരാത്തതിന് അവളുടെ വീട്ടുകാരെയും അവന് വിളിച്ച് ഓരോന്ന് പറയും. അവളിപ്പോ നെതർലാൻഡിൽ ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇത് അവൾ കുറെ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ രക്ഷയില്ലാതായപ്പോഴാണ് അവൾ കേസ് കൊടുത്തത്. കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെയാണ്. കാരണം ഒന്നാമത് അവൾ ഇപ്പോൾ നെതർലാൻഡ്സിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവൾ നെതർലാൻഡിൽ കൊണ്ടുപോയി കേസ് കൊടുത്തത്. എന്തായാലും അവൾ അവനക്കെതിരെ കേസ് ഫയൽ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് അയച്ച മെസ്സേജ് കണ്ടോ നിങ്ങൾ? അവൾ വീഡിയോയുടെ അവസാനം അത് വെക്കുന്നുണ്ട്. ഞാൻ ആണെങ്കിൽ അതൊന്ന് വായിച്ചു തരാം. ഞാൻ ഭ്രാന്ത്, എന്റെ സർട്ടിഫിക്കറ്റ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇനി എന്ത് പണി തന്നാലും ഞാൻ ഊരി വരും. ഇനി എന്ത് ചെയ്യും അറിയാം. ബട്ട് ഇനി എൻ്റെ മൈൻഡിൽ വരുന്ന ഓരോ നെഗറ്റീവ് തോട്ട്സും 19 ടൈംസിൻ്റെ ലൈഫിൽ തന്നെ മാനിഫെസ്റ്റ് ആവും. ഐ ഗോട്ട് ആൻ ആൻസർ ഓൺ വാട്ട് യു ഏൺ ദിസ്. തിരിച്ചു പോകാൻ പറ്റി പാക്ക് ചെയ്തോ, ഫ്യൂ മോർ ഡേയ്സ്. ആഹാ, കൊള്ളാല. അവൻ ഓൾറെഡി പ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നൈസായിട്ട് ഊരി വരാൻ വേണ്ടിയിട്ട്. ഇവനൊരു പഠിച്ച കള്ളൻ തന്നെയാണ് കേട്ടോ. ഇവന്റെ രോഗത്തിന് പ്രാന്ത് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇതേതോ അതിന്റെ ഭീകര വേഴ്സനാണ്. നിങ്ങൾ നോക്കി, ഇവന്റെ വീട്ടിൽ നല്ലൊരു ബ്രദറാണ്, പാരന്റ്സിനോ നല്ല മകനും. പക്ഷെ വേറെ ഒരാളുടെ ജീവിതത്തിലോ ഇവൻ മഹാവില്ലനും. എന്തൊക്കെ വൾഗർ മെസ്സേജ് ആണല്ലോ ഇവൻ അയച്ചത്. ആ വീഡിയോയിലുള്ള മെസ്സേജ് ഞാൻ എന്തായാലും ഇവിടെ വായിക്കാൻ പോകുന്നില്ല. ഫുള്ളും ഒരു ഊമ്പൽ മെസ്സേജുകളാണ്. അതുപോലെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, 12 വർഷമായാലും സ്റ്റോക്കിംഗ് തുടങ്ങിയിട്ട് സാന്ദ്ര നാട്ടിലുണ്ടാവുമ്പോൾ എന്ത് ഇതിനൊന്നും കേസിന് പോവാത്തതെന്ന്. അതിനുള്ള വിശദീകരണം അവള് തന്നെ പറയുന്നുണ്ട്. So when I later started working in Kochi, he threatened to appear at my workspace. He even contacted my director and also made the similar statements. So due to my safety concerns, I was asked to work from home for 3 months. And at that point, I approached police. However, his family requested me to withdraw the complaint. They also assured me, me and my parents, that this would be the last incident and he would move abroad and focus on his career. My parents and I did not want to destroy someone's future if there was a chance he would change. So we choose not to proceed with the FIR, also for our own mental health. So unfortunately, that decision didn't change anything over all these years. He continued to stalk me through different fake accounts, and since I started posting publicly in this account, he convinced himself that universe was somehow giving him signs to contact me again. This account was created simply as a space for me to share my creativity and things that I enjoy to do, and yet he interpreted my public presence as something that was never meant to be. ഇതുവരെ പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ? അതായത് ഇവള് കൊച്ചിയിൽ വർക്ക് ചെയ്യുമ്പോഴും ഇവൾ ഇവനെ ഭീഷണിപ്പെടുത്തുമായിരുന്നു പോലും. അവൻ അവളുടെ ജോലി സ്ഥലത്ത് വരുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവന്റെ ഭീഷണി. എന്തിനു പറഞ്ഞു? ഇവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറെ വിളിച്ചു പോലും അവന് പലതും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പോലും. പക്ഷെ ഡയറക്ടർക്ക് കാര്യം മനസ്സിലായി കേട്ടോ. അങ്ങനെ ഇവളുടെ സെക്യൂരിറ്റിയെ മുൻനിർത്തി ഓഫീസിലുള്ളവർ ഇവൾക്ക് 3 മാസം വർക്ക് ഫ്രം ഹോം കൊടുത്തു. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. അങ്ങനെ അവനെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അവൾ എന്താക്കിയെന്ന് അറിയോ? നേരെ പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷെ ആദർശിന്റെ പാരന്റ്സ് വന്ന് കരഞ്ഞ് കാല് പിടിച്ചു. കാരണം അവൻ അബ്രോഡ് പോവുകയാണ്. അതോടെ ഇവനിതൊക്കെ നിർത്തുമെന്ന് അവന്റെ പാരന്റ്സ് ഇവളോട് പറയാൻ തുടങ്ങി. അങ്ങനെ അവന്റെ ജീവിതം നശിപ്പിക്കേണ്ടെന്ന് കരുതി അവന്റെ വീട്ടുകാരെ മാനിച്ച് സാന്ദ്ര കേസ് പിൻവലിച്ചു. പക്ഷെ എന്താ പറയാ, അതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അവന്റെ ഈ പരിപാടി നിർത്തിയില്ല. ഓരോരോ ഫേക്ക് അക്കൗണ്ടിൽ നിന്നും അബ്രോഡ് എത്തിയിട്ടും ശല്യം ചെയ്യാൻ തുടങ്ങി. എന്തായാലും അന്നേ ആ കേസ് പിൻവലിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവന്റെ അബ്രോഡ് പോകും മുടങ്ങിയേനെ. പോലീസ് ഇവനെ നല്ലോണം കൈകാര്യം ചെയ്തേനെ. ഇതിപ്പോ അബ്രോഡ് പോയപ്പോ ഇവന് കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അതുപോലെ ഈ സൈക്കോ വിചാരിക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുടങ്ങിയത് അവനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ്. അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ്. ഇവിടെ എത്ര തവണ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവനത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാക്കി കൂടെ സാന്ദ്ര പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. This whole situation even worse was the people around him, including a tarot trader who reinforced all his delusions. And I will include this voice note. ഈ കൊച്ചിനെ വട്ടാണ് സാന്ദ്രയ്ക്ക്, അത്ര എനിക്ക് പറയാനുള്ളൂ. സ്നേഹം മനസ്സിൽ വെച്ചിട്ട് എന്തിനാ ഈ വേദന അനുഭവിച്ചിങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അതായിട്ട് കിട്ടിയത്. ആൻഡ് ഷീസ് ഫീലിംഗ് ഇമോഷണൽ. എനിക്ക് തോന്നുന്നു പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. പള്ളിയിലാന്ന് തോന്നുന്നു അല്ലെ കുറച്ച്. So the saddest part is that even today this man believes that I secretly love him and that my reactions are only because I'm angry at him. I have tried every possible way to make it clear that I don't want any contact, including ignoring him for all these years. I'm not going into legal details because due to this ongoing proceedings and potential legal complications. Since this case falls under POCSO, it's been taken seriously. And I don't know when the story will end or whether I'll be one day in news. But before it happens, I want people to know the truth from me. എന്തായാലും അവന്റെ ഒരു കഥ. അവന്റെ കൂടെ ഉള്ളവരൊക്കെ വിശ്വസിപ്പിക്കുകയാണ് അവൾക്ക് അവൻ ഇഷ്ടമാണെന്ന്. അവൻ കരുതുന്നത് ഇവള് നോ പറയുന്നത് ഈ പ്രണയത്തിലെ പിണക്കം കൊണ്ടൊക്കെയാണെന്നാണ്. പ്രത്യേകിച്ച് സ്കൂൾ പ്രായത്തിൽ ഇവൻ സ്റ്റോക്കിംഗ് തുടങ്ങിയത് കൊണ്ട് ഇത് പോക്സോയിലാണ് വരുന്നത്. അതുകൊണ്ട് സാന്ദ്രയ്ക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. എന്നാലും കുറെ കൺവിൻസിങ് എവിഡൻസ് സാന്ദ്ര പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനൊരു മറുവശം നമ്മൾ ഒരിക്കലും കേൾക്കേണ്ട ആവശ്യമില്ല. അവന്റെ മെസ്സേജ് കണ്ടാൽ തന്നെ അറിയാം അവന് അത്ര ആള് വെടുപ്പല്ലാന്ന്. അല്ലാതെ ആരും ഭ്രാന്തിനെ സർട്ടിഫിക്കറ്റ് ഒന്നും റെഡിയാക്കി വെക്കൂലല്ലോ. എന്തായാലും അവൾ അവന്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇതിപ്പോ മൊത്തം ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓരോന്നും പോസ്റ്റ്
ചെയ്ത് വെച്ചെങ്കിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത്. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കൂടി അവൾക്ക് എന്താണ് പറയാനുള്ളതും കൂടി ഒന്ന് കേട്ടോക്കാം. And when this person tried to contact me, I rejected him initially. Soon after, he threatened to show up in my house and pressured me to accepting his Facebook request. So to maintain a healthy relationship, I texted him replies for the messages I received, and I did this out of fear too. Like, I was not comfortable my parents coming to know this whole situation, and I also felt it would affect my independence and freedom. So when he later expressed romantic interest in me, I rejected politely. I'll also add a screenshot of what I said in 2014 as a teenager. So however, he continued trying to convince me that I was his twin soul, and I never believed in that, and I was also in a relationship back then. He also intimidated and threatened my ex-boyfriend. Then later when I joined in college, he began showing up in my college, introducing him as my brother to the securities. As the time went, his behavior just escalated. He threatened to kill my parents and even came to my house looking for my father. Ironically, that day he met an accident in front of my house, and my father and younger sister helped him without realizing who he actually was. And I was away at college at the time and informed my family about the concerns, but they never knew who this person was. So later he used an abusive language against my mom, and in 2019 I shared this on my social media. ഓക്കെ, ഇവിടെ സാന്ദ്ര പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അവൻ അവളെ ഭീഷണിപ്പെടുത്തി പണ്ട് ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനൊന്നും താല്പര്യമില്ല. അതിനാണ് സ്ക്രീൻഷോട്ടൊക്കെ അവൾ കാണിച്ചിട്ടുണ്ട്. അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൻ അവളുടെ ബ്രദർ ആണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ആളുകൾക്ക് സംശയം ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടി മാത്രം. ഞാൻ ശരിക്കും സിനിമയിലൊക്കെ ഇത്ര ഭീകരമായിട്ടുള്ള സ്റ്റോക്കിംഗ് കണ്ടിട്ടും കേട്ടിട്ടും തന്നെ പേടി തോന്നുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അവളോട് ദേഷ്യം തോന്നിയിട്ട് ഇവളുടെ പാരന്റ്സിനെ വരെ അവൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അന്ന് ഇവർ മാപ്പ് കൊടുത്ത് ഇവൻ അബ്രോഡ് അയച്ചതാണ് ഇവരൊക്കെ ഇവനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ഇതൊന്നും പോരാത്തതിന് അവൻ പറയുകയാണ് അവൻ അവളുടെ ട്വിൻ ഫ്ലെയിം ആണ് പോലും. ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാണെങ്കിൽ ഏകദേശം സോൾമേറ്റ് എന്നൊക്കെ പറയൂലേ, അതന്നെ സംഭവം. എന്തായാലും അവന്റെ ഒരു ഒബ്സഷൻ ഒരു പീക്ക് ലെവൽ നിങ്ങൾ നോക്കണം. എന്തായാലും ഇതിനെല്ലാം ശേഷം സൈ കേട്ടപ്പോൾ സാന്ദ്ര എന്ത് ചെയ്തെന്ന് അറിയോ? ഇവൻ എക്സ്പോസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ തുടങ്ങി. അതോടെയാണ് ഇവന് കുറച്ചെങ്കിലും പേടി വരാൻ തുടങ്ങിയത്. നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടാതെ ലീഗലി മൂവ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ലീഗലി തന്നെ അവളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അവന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവളാണെങ്കിലും ഇവിടുന്ന് തീ തിന്നാണ്. അത് ശരിയല്ലല്ലോ. ഇവരെങ്ങനെയുള്ള ആളാണെന്ന് പുറം ലോകം അറിയട്ടെ. ഒരു പെണ്ണും അവന്റെ ഈ സൈക്കോത്തരത്തിൽ പെടരുത്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ നാറിയപ്പോഴാണ് ഇവന് കുറച്ചെങ്കിലും പേടി വന്നത്. എന്തായാലും ഇവനെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയതോടെ ഇവനും ഇവന്റെ അമ്മയും കൂടി കോൺഫറൻസ് കോൾ ഇട്ട് ഇവളെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് കേട്ടേച്ച് നമുക്ക് നിർത്താം. ഇന്ന് രാവിലെ എനിക്ക് ഒരു കോള് വന്നു. ഇവനും ഇവന്റെ അമ്മയും കൂടെ ഗ്രൂപ്പ് കോളാ ചെയ്ത്. ആൻഡ് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പാരന്റ്സിനെ കൂടെ ഈ കോളിൽ ആഡ് ചെയ്തു. നിങ്ങൾക്കത് വട്ടില്ല വേണ്ടാന്ന് പറഞ്ഞാല് പിന്നെ ആ പെണ്ണിന്റെ ജീവിതത്തിലേക്ക് അഭിമാനമുള്ളവർ എത്തി നോക്കോടാ. അതെന്നെയാണ് പറയുന്നത്. അത്രയും അടിയുണ്ടാക്കി പോയിട്ട് ഞാൻ ഓളെ പിന്നാലല്ല പോയത്. ആദ്യം മനസ്സിലാക്കി. അല്ലെങ്കിൽ ഓളോട് ഒരൊറ്റ ആരെ കിട്ടാനിട്ട് അവള് നിന്റെ പറഞ്ഞ വരായിരുന്നു. അല്ല, ഒരിക്കലും അല്ല. അതല്ല ഓള് എന്റെ സാധനം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി പറയുന്നു ഓലിക്ക് മനസ്സിലാവൂല. ഇനി വെക്കപ്പോ അപ്പോ നീ വെച്ചിട്ട് പോ ഫോണ്. നിന്നോട് പറഞ്ഞാലും ഞാൻ വിട്ട് എന്നാൽ അവളോട് ആവശ്യമില്ല. ഞാൻ അവളോട് തെറ്റ് ചെയ്തിട്ടില്ല. ഓളായിട്ട് എന്നോട് ചെയ്ത കാര്യങ്ങൾക്ക് അത് അങ്ങനെ തന്നെ വരൂ. അത് അങ്ങനെ തന്നെ വരൂ. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി നാട്ടിൽ പോയിട്ട് ഞാനും ചെന്നോട്ടെ പോലീസ് സ്റ്റേഷനിൽ. നമുക്ക് എന്താ നടക്കൂന്നേ? അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? കാര്യങ്ങൾ പറയൂ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയാ. അല്ലാണ്ട് ഇപ്പൊ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. വേണ്ടത് എന്താന്ന് വെച്ചാൽ അടുത്ത നടപടികൾ ചെയ്യും. നിങ്ങൾ ഒരമ്മയോട് സോ ഇതാണ് ഞാൻ എല്ലാ ദിവസവും ഡീൽ ചെയ്യുന്ന കാര്യം. ആൻഡ് ഐ എം സോ എക്സോസ്റ്റഡ് ആൻഡ് ടയർഡ് ഓഫ് ദിസ്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഡീൽ ചെയ്തേ പറ്റും. അവൻ ഇനിയും അവൻ ചെയ്തതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ലോ എന്ന് തോന്നുന്നു. അവൻ അമ്മ തന്നെ അവനോട് പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസിൽ പറഞ്ഞാൽ മതി. അത്ര പോലൊരു വകതിരിവ് അവനില്ല. അവനിപ്പോ കേസ് എങ്ങനെയും ഒഴിഞ്ഞാൽ മതി എന്നാണ്. അവളുടെ സൈഡിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഡെയിലി അവൾ അവന്റെ എത്ര മെസ്സേജുകൾ കണ്ടു കാണും. ഒരാളുടെ സമനില തെറ്റാൻ തന്നെ ഇത് മതി. അവന്റെ ഫാമിലി ഇപ്പൊ കരിഞ്ഞ് പറയുന്നുണ്ട് അവളോട് കേസിൽ നിന്ന് പിന്മാറാൻ. സ്വന്തം മോൻ അവൾ ഉപദ്രവിക്കുമ്പോൾ അവൾക്കൊരു കുടുംബമുണ്ടെന്ന് ആദർശിന്റെ ഫാമിലി ചിന്തിച്ചില്ലല്ലോ. സോ അവനില്ലാത്ത ചിന്ത എന്തിനാണ് അവൾക്ക്? എത്ര വാണിംഗ് അവൾ അവനെ കൊടുത്തതാണോ ഒന്ന് പിന്മാറാൻ വേണ്ടിയിട്ട്? ഇതൊരു ഒബ്സഷൻ മെന്റാലിറ്റിയാണ്. തനിക്ക് വേണ്ടത് എന്ത് വില കൊടുത്തു നേടുക. അപ്പുറം
അപ്പുറത്തെ ആൾ അതിൽ ഹാപ്പി ആണോ എന്നൊന്നും ഇത്തരം ആളുകൾ ചിന്തിക്കുന്നില്ല. അവർക്ക് അതറിയേണ്ട ആവശ്യവുമില്ല. സാന്ദ്ര അകലും തോറും ആദർശിനി ഒബ്സഷൻ കൂടിയിട്ടേ ഉള്ളൂ. ഇതിന് മെയിൻ കാരണം ഇവർക്കുള്ള ഈ മെയിൽ ഈഗോ ആണ്. മെയിൽ ഈഗോയെ ഹേർട്ട് ചെയ്യുന്നൊന്നും ഇവർക്ക് പാടില്ല. ഇവളുടെ നോ അവന്റെ മെയിൽ ഈഗോനെ നല്ലോണം ഹേർട്ട് ചെയ്തു. അത് മാറ്റുവാൻ വേണ്ടി അവളെ വേദനിപ്പിച്ചാലും വേണ്ടില്ല, അവനൊരു കുഴപ്പമില്ല. ഇമാതിരി കേസിനൊക്കെ ഉണ്ടല്ലോ, ആദ്യം തന്നെ നല്ല ഇടി കൊടുക്കണം. എന്നിട്ട് മതിയായില്ല എങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഷോക്ക് കൊടുത്തോട്ടെ. പിന്നെ ഇതുപോലെ കുറെ ആളുകൾ ഈ സ്റ്റോക്കിങ്ങിൽ പെട്ടുപോകുന്നവരുണ്ട്. ടേക്ക് നോ ആസ് നോ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഇതിൽ കുറെ കാര്യങ്ങൾ അവളുടെ ചാനലിലുണ്ട് കേട്ടോ, വേണ്ടവര് പോയി കാണുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.